വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ പ്രയോഗം നാം പലപ്പോഴുമായി കേട്ടിട്ടുണ്ടാകുമല്ലോ. ശരിക്കും വായന എന്ന് പറയുന്നത് വെറുമൊരു മുറിക്കുള്ളിലിരുന്ന് വായിക്കുന്നത് മാത്രമല്ല. ഒരു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പുസ്തകങ്ങളിലൂടെ നാം ലോകം മുഴുവൻ കാണിക്കുന്നത് പോലെയാണിത്. നാം ഇന്നേ വരെ കാണാത്ത മനുഷ്യർ, പോകാത്ത ഇടങ്ങൾ, ഇവയെയെല്ലാം നമുക്ക് പുസ്തകങ്ങളിലൂടെ കാണാൻ സാധിക്കും. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. കേരളത്തിൽ വായനാശീലം വളർത്തുന്നതിനും പൊതുഗ്രന്ഥശാലകളുടെ വികസനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി കാൻഫെഡ്, കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. കേരളത്തിന്റെ സാക്ഷരതാ മുന്നേറ്റത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ വായനകളിൽ നിന്നും പുസ്തകങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ചെറിയ കുറിപ്പുകൾക്കുപരി നല്ല നല്ല പുസ്തകങ്ങൾ കയ്യിലെടുത്ത് വായിക്കുന്നത് നമ്മുടെ ചിന്തകളെയും ഏകാഗ്രതയെയും ഉണർത്തുന്നു. ഇന്നത്തെ വായനക്കാരനാണ് നാളത്തെ നേതാവ്. മാർഗരറ്റ് ഫുള്ളർ. വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും ഈ വായനാ ദിനം നമുക്കൊരു പ്രചോദനമാകട്ടെ. അറിവിന്റെയും തിരിച്ചറിവിന്റെയും പുതിയ നാളുകളിലേക്ക് നയിക്കാൻ ഓരോ പുസ്തകത്തിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ.